ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ഇവരെയൊക്കെ കൂട്ടിലടച്ചിട്ടുണ്ട് കേട്ടോ. ഇവർക്കിന്ന് ജയിൽവാസാണ്. ഇളക്കി കഴിഞ്ഞാൽ എൻ്റെ കാലൊക്കെ ചൊറിഞ്ഞ് മാന്തി എന്നെ ഒരു പണിയും എടുക്കാൻ വിടില്ല. അപ്പം ഞാനെന്ത് ചെയ്ത് രാവിലെ തന്നെ കൂട്ടിൽ അങ്ങാക്കി കൊടുത്ത്. ഇന്നത്തെ തിരക്ക് എന്താണെന്ന് വിചാരിച്ചാൽ ഇന്ന് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു LP സ്കൂളിൽ ഇന്ന് വാർഷികത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ. കുട്ടികളതും വലിയവരുതൊക്കെ ആയിട്ട് നല്ല അടിപൊളി പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും പോകണം. പിന്നെ ഉസ്താദിൻ്റെ ഭക്ഷണം കൂടിയാണ് ഇന്ന് കേട്ടോ, പള്ളിയിലെ ഭക്ഷണം. അപ്പോൾ രാവിലെ ഉച്ചക്കും രാത്രി അങ്ങനെ 3 നേരമാണ് ഭക്ഷണം കൊടുക്കാറ് ഒരു ദിവസം. അപ്പോൾ അതിൻ്റെ തിരക്കും കൂടിയാണ്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാസ്തയൊക്കെ കഴിഞ്ഞ് കുട്ടികളെല്ലാം വിട്ട് ഓരോ ഭാഗത്തേക്ക് വിട്ടതിന് ശേഷം പിന്നെ ഉസ്താദിൻ്റെ ഭക്ഷണം എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉസ്താദിന് വേണ്ടിയിട്ട് ഞാൻ പത്തിരിയും അയിലക്കറിയാണ് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. മറ്റ് നമുക്ക് മാത്രം ആക്കുന്നതാണെങ്കിൽ അത്രയല്ലേ പണിയുള്ളൂ. പിന്നെ പള്ളിയിലെ ഭക്ഷണം കൂടി ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാ പണി കൂടിയല്ലേ, അതുകൊണ്ടാണ് കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഇങ്ങനെ കാലിന് ചൊറിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഒരു പണിയും എടുക്കാൻ വിടില്ല. തിരക്ക് ഉള്ള ദിവസം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ദിവസമാകുമ്പോൾ കാലിൻ്റെ ഇങ്ങനെ വെള്ളക്ക് വന്ന് നിൽക്കുമ്പോൾ ചവിട്ടി പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് രാവിലെ തന്നെ കൂട്ടിലാക്കിയത്. അപ്പോൾ ഉസ്താദിന് ഇങ്ങനെ ചായ ആക്കിയിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പാത്രത്തിൽ പത്തിരിയും കറിയൊക്കെ ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ചൂട് തണിയുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ മൂടി അടിച്ചിട്ട് വെക്കാം. നല്ല തിളച്ച ചായ തന്നെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത് തന്നെയാണ് പള്ളി കേട്ടോ, ഒരുപാട് ദൂരമൊന്നുമല്ല. എന്നാൽ ചൂട് തണിയാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അതിലൊഴിച്ച് മൂടിയിട്ടിട്ടുണ്ട്. പിന്നെ പാത്രത്തിൽ പത്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ റെഡിയാക്കി പിന്നെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ അലക്കാനും അങ്ങനെ ഇങ്ങനെ നമ്മളെ വീട്ടിലെ പണിയും കാര്യങ്ങളും അതും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം സ്കൂൾ പരിപാടിക്ക് പോകാൻ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് അയിലക്കറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അയില തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ രാവിലെയും ഉച്ചക്കും രാത്രിയാണ് ഭക്ഷണം ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓരോ വീട്ടിൽ നിന്നും ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള ഭക്ഷണം കേട്ടോ. അത് ഒരു മാസമൊക്കെ ആവും. പിന്നെ നമ്മുടെ അടുത്ത് ഇങ്ങനെ എത്തുമ്പോഴത്തേക്കും കുറേ വീടുള്ളത് കൊണ്ട് ഓരോ വീട്ടിലായിട്ട് ഇങ്ങനെ എത്തുമ്പോഴത്തേക്കും ഒരു മാസമൊക്കെ ആവും കേട്ടോ. അങ്ങനെ ഞാൻ അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്ത് എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു കേട്ടോ, രാത്രിക്കത്തെ ഭക്ഷണം ഇഷ കഴിഞ്ഞപ്പോൾ തന്നെ എടുക്കാൻ വരണമെന്ന്. കാരണം എനിക്ക് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം സ്കൂളിലെ പരിപാടിക്ക് പോകാനായിട്ട്. അപ്പോൾ പരിപാടി വൈകുന്നേരമേ തുടങ്ങും. എന്തായാലും നമുക്കിപ്പോൾ ഇഷ കഴിയാണ്ട് പോകാൻ പറ്റില്ല, ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ. അങ്ങനെ രാവിലത്തെ ഭക്ഷണവും കൊടുത്ത് എൻ്റെ പാത്രം കഴുകലും പിന്നെ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചക്കത്തെ നമ്മളെ ഭക്ഷണത്തിൻ്റെ പരിപാടിയിലേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു വാഴക്കൊല കുലച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കൊത്തി കൊണ്ടുവന്നിട്ട് അതിങ്ങനെ വറുക്കാനായിട്ട് മുറിച്ചിടുന്ന സമയത്ത് ഞാൻ ഇവരെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ സമയം ഇങ്ങനെ കൂട്ടിലിടുമ്പോൾ എനിക്ക് തന്നെ സങ്കടമാവും. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ കളിക്കുമോ. കൂട്ടിൽ അടിച്ച് കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനെ എന്താ പറയുക, അത്രയൊരു സ്പേസ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കളിക്കാനൊന്നും കഴിയാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു വല്ലാത്തൊരു സങ്കടമാവും. അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കായ് മുറിച്ചിടുന്നിടത്ത് വന്നിട്ട് ഇങ്ങനെ കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ സർക്കസ് കളിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ സമയം കളിക്കും. എൻ്റെ കയ്യൊക്കെ വന്നിട്ട് മാന്തുമൊക്കെ ചെയ്ത് ഞാൻ മൈൻഡ് ആക്കുന്നില്ല എന്ന് കണ്ടതിന് ശേഷം 3 ആളും കൂടെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉറങ്ങിയിട്ട് കാണുമ്പോൾ നമുക്ക് എന്തോ വലിയൊരു സങ്കടം തോന്നും അല്ലേ. അതിപ്പോൾ ചെറിയ കുട്ടികളായാലും പകലിങ്ങനെ ഭയങ്കരമായിട്ട് കുസൃതിയും കുറ്റക്കടൊക്കെ കളിച്ചിട്ട് രാത്രി ഉറക്കി കിടത്തി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മുഖത്ത് തന്നെ നോക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നില്ല. അതുപോലെ തന്നെയാണ് പൂച്ചൻ്റെ അവസ്ഥ. അപ്പോൾ രാത്രിയിലെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് മഗ്‌രിബിന് മുന്നേ ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ദമ്മിട്ടിട്ട് വെക്കുകയൊക്കെ ചെയ്യണം. ദമ്മിട്ട് വെച്ചിട്ട് വേണം എനിക്ക് നിസ്കരിക്കാൻ വേണ്ടി കയറാനായിട്ട്. അപ്പോൾ ഞാനിത് റൈസ് വേവിക്കുന്ന വീഡിയോ ഒക്കെ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ ദമ്മിടുന്ന വീഡിയോയും കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത് ദമ്മിടുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളന്ന് ബിരിയാണീൻ്റെ മസാല പൊടിച്ചെടുത്തിട്ടുണ്ടായിട്ടില്ലേ, കുറേ ഒരുമിച്ചിട്ട് നോമ്പിന് എനിക്ക് ഫുള്ള് ആവശ്യം വരുന്നിട്ട് ഒരുപാട് ഒരുമിച്ചിട്ട് ഞാൻ പൊടിച്ചെടുക്കുന്ന നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ആ പൊടിയാണിത്.
നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേറി പിന്നെ മല്ലിച്ചപ്പും ഉള്ളി വറുത്തതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മസാല അല്ല ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കന് പീസ് കുറവല്ല, എന്നാലും എനിക്കൊരു ഇതുപോലെ തോന്നിയിട്ട് ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് മുട്ട കൂടി പുഴുങ്ങി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കന് കൂടുതൽ കൂടുതൽ വേണം തോന്നുമ്പോൾ മുട്ട കഴിക്കാം, അതുകൊണ്ട് മുട്ട കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചിക്കൻ്റെ മസാലക്കൊക്കെ മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ദമ്മിടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചോറ് പോരുന്ന സമയത്ത് മുട്ട ഇങ്ങനെ കഷ്ണമായിട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മുട്ട വേണമെങ്കിലും എടുത്ത് വെച്ചിട്ട് ചോറ് വിളമ്പുന്ന സമയത്ത് ഓരോന്ന് വെച്ച് കൊടുത്താൽ മതി. പക്ഷെ ഞാൻ ഇതെല്ലാം കൂടെ ഒപ്പരം തന്നെ ഇങ്ങനെ ഇട്ടിട്ട് ദമ്മാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. ചിക്കന് പീസ് കുറവാണെന്ന് തോന്നുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കുറേ ആളുള്ള സമയത്ത് പീസ് ചിലപ്പോൾ എത്തൂലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയിട്ടിടും. അതിന് ബീഫായാലും എന്തിന്ന് ബിരിയാണി വെക്കുന്ന സമയത്തും അതിൻ്റെ കൂടെ കുറച്ച് കുറവാണെന്ന് തോന്നുമ്പോൾ മുട്ട പുഴുങ്ങിയിട്ടിടും. അപ്പോൾ ചോറ് ദമ്മാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ചോറെല്ലാം എടുത്തു കൊടുക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ ബാങ്ക് കൊടുക്കാനായിട്ട് അവിടെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേർ ആ സമയത്ത് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ രാത്രിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്, രാത്രിയാണ് കേട്ടോ. ഞാൻ ഇതുവരെ അവരെ കൂട്ടിൽ അടച്ചിട്ടില്ല, ഉച്ചക്ക് ഇളക്കിയതാണ്. ഇപ്പോൾ കൂട്ടിൽ അടക്കണം. സ്കൂൾ പോകാനാകുമ്പോഴത്തേക്ക് കൂട്ടിൽ അടച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ കുറച്ച് അത് കളിക്കട്ടെ വെച്ചിട്ട് അങ്ങനെ വിട്ടതാണ്. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഭക്ഷണത്തിന് അവർക്കും എല്ലാവർക്കും ഒപ്പരം വേണ്ടതുകൊണ്ട് അവർ ഭക്ഷണത്തിന് ചോദിച്ചു ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ്. എന്താണെന്ന് വെച്ചാൽ എന്തായാലും പരിപാടി കഴിയുമ്പോഴത്തേക്ക് 2 മണിയൊക്കെ ആവും. അപ്പോൾ രാത്രി വന്നിട്ട് ഭക്ഷണം കഴിക്കലൊന്നും നടക്കില്ല. അപ്പോൾ അവർക്ക് ഞാൻ ചൂടോടെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവർക്കാണ് മുട്ട പുഴുങ്ങിയത് കേട്ടോ. പീസ് എനിക്ക് തോന്നി ചിക്കൻ്റെ പീസ് ഇങ്ങനെ നമുക്ക് പള്ളിയിലൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, ഒരു വർക്കത്തോടെ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഒരു എന്തോ പണിയുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ട പള്ളിയിലേക്ക് വേണ്ട പീസൊക്കെ ഇങ്ങനെ വലിയ കഷ്ണമൊക്കെ നോക്കിയിട്ട് മാറ്റി വെക്കും. എന്നിട്ട് കുട്ടികൾക്ക് ചെറിയ പീസും അതിൻ്റെ കൂടെ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചോറ് കൊടുക്കുന്നുണ്ട്. അതിനാണ് ഈ പീസിന് പരതുന്നത് കേട്ടോ. വലിയ കഷ്ണം നോക്കിയിട്ട് മാറ്റി വെക്കാൻ, ചെറിയ കഷ്ണം കുട്ടികൾക്ക് കൊടുക്കാൻ, എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ചിലപ്പോൾ. അങ്ങനെ അവർക്ക് ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി മെല്ലെ ഇവരെ പിടിച്ച് കൂട്ടിലാക്കണം. അപ്പോൾ അവരെ കൂട്ടിലാക്കാൻ വേണ്ടി ഇങ്ങനെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക, ഒരു പാവത്താനെ പോലെ ഇങ്ങനെ പതുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് തോന്നി ഇത് പിടിച്ചിട്ട് കൂട്ടിലാക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ അതേ സങ്കടം വന്നിട്ട് ഇങ്ങനെ ഒരു പതുങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഞാൻ എൻ്റെ നിസ്കാരവും കഴിഞ്ഞ് പൂച്ചനെയൊക്കെ കൂട്ടിലടിച്ച് കുട്ടികൾക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്ത് കുട്ടികൾ ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഞാൻ സ്കൂൾ പരിപാടിക്ക് പോകാൻ വേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഭക്ഷണം എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ പാത്രത്തിലാക്കി കൊടുത്ത് പിന്നെ ഒരു തട്ടിൽ ബിരിയാണിയും ഇതുപോലെ മറ്റൊരു തട്ടിൽ ഇതുപോലെ ഇങ്ങനെ ഇത് തൈരും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തട്ടിൽ ഫ്രൂട്ട്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പാത്രമൊക്കെ റെഡിയാക്കി കൊടുത്ത് ബാക്കി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ എത്തുമ്പോഴത്തേക്കും ഏകദേശം പിന്നെ പരിപാടിയൊക്കെ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം തുടങ്ങിയ പരിപാടിയല്ലേ, അതുകൊണ്ട് നമ്മൾ അവിടെ എത്താനാകുമ്പോഴത്തേക്കും പിന്നെ പരിപാടിയൊക്കെ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. എല്ലാ വർഷവും നല്ല അടിപൊളിയായിട്ട് തന്നെ പരിപാടി നടത്താറുണ്ടായിരുന്നു. ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോഴത്തേക്കും ആളുകളൊക്കെ നിറഞ്ഞതുകൊണ്ട് ഏറ്റവും ബേക്കിലാണ് എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ വീഡിയോ പിടിക്കുന്ന സമയത്ത് അങ്ങനെ ക്ലിയറായിട്ട് കിട്ടുന്നൊന്നുമില്ല, അതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പരിപാടി കഴിയുന്നത് വരെ നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ പരിപാടി കഴിഞ്ഞിട്ടാണ് വന്നത്. ഏകദേശം ഒരു 2 മണിയൊക്കെ, ഞാൻ പറഞ്ഞ പോലെ 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.